വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങൾ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ജോസഫ് ധാന്യം വാങ്ങാൻ കാനാൻ ദേശത്ത് നിന്നെത്തിയവർ തൻ്റെ സഹോദരങ്ങളാണെന്ന് മനസ്സിലാക്കിയെങ്കിലും അവർക്ക് ജോസഫിനെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. ജോസഫ് അവരോട് അവരുടെ ഇളയ സഹോദരനെ കൂടി കൊണ്ടുവന്നല്ലാതെ അവരെ തിരിച്ചയക്കില്ലെന്നും അതിനായി അവരിൽ ഒരാളെ മാത്രം വിടാമെന്നും പറഞ്ഞു. അവർ ചാരന്മാരാണെന്ന വ്യാജേന അവരെ എല്ലാം ജയിലിലടച്ചു. 3 ദിവസം കഴിഞ്ഞ് ശിമയോനെ മാത്രം ബന്ധിച്ച് ബാക്കിയുള്ളവരുടെ ചാക്കുകളിലെല്ലാം ധാന്യം നിറച്ച് അവർ കാണാതെ ഓരോരുത്തരും ധാന്യം വാങ്ങാൻ കൊണ്ടുവന്ന പണം കൂടി അതത് ചാക്കുകളിൽ തിരിച്ചു വെച്ചു. അവരെ പോകാൻ അനുവദിച്ചു. യാക്കോബിൻ്റെ അടുത്തെത്തിയ മക്കൾ നടന്നതെല്ലാം വിശദീകരിച്ചപ്പോൾ തൻ്റെ ഇളയ മകനായ ബെഞ്ചമിനെ കൂടി ഇനി നഷ്ടമാകുമോ എന്ന ഭയത്താൽ യാക്കോബ് സങ്കടപ്പെട്ടു. ഒരു നിവൃത്തിയുമില്ലെന്ന് കണ്ട് മറ്റു മക്കളോടൊത്ത് വീണ്ടും ധാന്യം വാങ്ങാനായി വളരെയധികം സമ്മാനങ്ങളോടുകൂടെ പറഞ്ഞയച്ചു. ബെഞ്ചമിന് വരുന്നത് അകലിൽ നിന്ന് കണ്ട് ജോസഫ് അവർക്ക് വിരുന്നൊരുക്കി. അവരെല്ലാവരോടുകൂടെ ഭക്ഷണം കഴിച്ചപ്പോഴും അവർക്ക് ജോസഫിനെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. ബെഞ്ചമിനെ മാത്രം തനിച്ച് തന്നോടൊപ്പം നിർത്താൻ ആഗ്രഹിച്ച ജോസഫ് പരിചാരകർ വഴി ഒരു വെള്ളിക്കപ്പ് ബെഞ്ചമിൻ്റെ ചാക്കിൽ ആരും കാണാതെ നിക്ഷേപിക്കുകയും വീണ്ടും അതെല്ലാവരുടെയും മുമ്പിൽ വെച്ച് പരിശോധനയ്ക്കായി അവരെ വഴിയിൽ തടയുകയും അങ്ങനെ ബെഞ്ചമിനെ മാത്രം നിർത്തി മറ്റുള്ളവരോട് തിരികെ പോകാൻ ജോസഫ് അനുവാദം നൽകുകയും ചെയ്യുന്നു. എന്നാൽ ബെഞ്ചമിനെ കൂടാതെ തങ്ങൾ വീട്ടിലെത്തിയാൽ യാക്കോബ് ഹൃദയം തകർന്നു മരിക്കുമെന്നും അതിനു പകരം മറ്റാരെങ്കിലും അവിടെ നിൽക്കാമെന്നും അവർ ജോസഫിനോട് അപേക്ഷിക്കുന്നു. അവസാനം ജോസഫ് അവർക്ക് തന്നെ വെളിപ്പെടുത്തുന്നു. ജോസഫ് സഹോദരന്മാരോട് പറഞ്ഞു, ഞാൻ ജോസഫാണ്. എൻ്റെ പിതാവ് ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുവോ? അവരാകെ സ്തംഭിച്ചു പോയി. അവർക്ക് സംസാരിക്കാൻ കഴിഞ്ഞില്ല. അവൻ അവരോട്, എൻ്റെ അടുത്ത് വരിക എന്ന് പറഞ്ഞു. അവർ അടുത്ത് ചെന്നപ്പോൾ അവൻ പറഞ്ഞു, നിങ്ങൾ ഈജിപ്തുകാർക്ക് വിറ്റ നിങ്ങളുടെ സഹോദരൻ ജോസഫാണ് ഞാൻ. ഉൽപ്പത്തി 45-ാം അധ്യായം 3-4 തിരുവചനങ്ങൾ. പരിശുദ്ധാത്മാവെ, തിരുവചനത്തിൻ്റെ അനന്തശക്തിയാൽ ആത്മാവിൻ്റെ ദാനങ്ങളും ഫലങ്ങളും നൽകി തീഷ്ണതയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ആമേൻ.